നമസ്കാരം. സദ്യ സ്റ്റൈലുള്ള ഒരുവിധം എല്ലാ വിഭവങ്ങളും നമ്മൾ മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു വിഭവം എന്നുള്ളത് എനിക്ക് തോന്നിയത് മധുരക്കറിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മധുര പച്ചടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 1 മില്യൺ വ്യൂ കഴിഞ്ഞതാണ് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അത് 1 മില്യൺ വ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അത് തൈര് ചേർത്തിട്ടുള്ള പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന മധുര പച്ചടിയാണ് ഞാൻ ചെയ്തത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മധുരക്കറിയാണ്. അപ്പോൾ ഈ മധുരക്കറി ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഒരു വിഷു സദ്യയിൽ ഇടം പിടിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു മധുരക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മത്തങ്ങ, പൈനാപ്പിൾ, അതുപോലെ നല്ല പഴുത്ത നേന്ത്രപ്പഴം, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് എടുക്കുമ്പോൾ ഉള്ള അളവിനും വ്യത്യാസമുണ്ട് കേട്ടോ. പൈനാപ്പിളാണ് അധികമായിട്ട് എടുക്കേണ്ടത്. മത്തങ്ങയും പഴവും വളരെ കുറച്ചളവിൽ മതി. അതായത് ചെറിയൊരു പൈനാപ്പിൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പകുതി നേന്ത്രപ്പഴവും ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങ, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നന്നായിട്ട് എന്താ പറയുക, കുരുകുരാന്ന് കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് പൈനാപ്പിളും അതുപോലെ മത്തങ്ങയും പഴവും നമ്മൾ നുറുക്കിയെടുക്കണം. ഇനി അത് ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തരിതരിയായിട്ട് വല്ലാതെ അരഞ്ഞു പോവാതെ പാകത്തിന് കിട്ടുമല്ലോ. അങ്ങനെ എടുത്താലും മതിയാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ഉരുളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഈ കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ഇടുക. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട ഒരു വിഭവമല്ല അത്. അതുകൊണ്ട് തന്നെ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പൈനാപ്പിൾ മുഴുവനായിട്ട് എടുക്കുക, ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി, അതുപോലെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ. ഇത്രയത്തിന് നമുക്ക് ആവശ്യമായത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും മാത്രമാണ്. കാരണം മധുരക്കറിയിൽ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇതിൽ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുമില്ല. ഈ വെള്ളത്തിൽ കിടന്ന് കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗം വേവായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ പറയണത് ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന രീതിയാണ്. ഈ പറഞ്ഞ അളവിനുള്ള ശർക്കര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 അച്ച്, അതായത് വലിയ ശർക്കരയുടെ അച്ചുണ്ടല്ലോ, അതിൽ 3 അച്ച് ശർക്കര വരെ നമുക്ക് ചേർക്കാം. മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് അത് 2 അച്ചായിട്ട് കുറയ്ക്കാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വരുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടി ഉണ്ടാവും. ആ വെള്ളവും കൂടി നല്ല രീതിയിൽ വറ്റിച്ച് തന്നെ എടുക്കണം. അതിങ്ങനെ വരണ്ട പാകത്തിന് വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നെയ്യ് ഉപയോഗിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈ ശർക്കരപ്പാനിയും കൂടി ഒന്ന് വറ്റി വരുമ്പോൾ നന്നായിട്ട് വരണ്ട് ഒരു കുറുകിയ പാകത്തിലെത്തുമ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയും പച്ചക്കടുകും കൂടി വെള്ളമില്ലാതെ, വെള്ളം തൊടിയിക്കാതെ ചതച്ചെടുത്തതാണ്. അതൊരു ചെറിയ മുറി തേങ്ങ മുഴുവനായിട്ട് നമുക്ക് എടുക്കണം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പച്ചക്കടുകും കൂടി ചേർത്തിട്ട് ചതച്ചും കൂടി ചേർക്കുക. ആ തേങ്ങ ചേർത്ത ഉടനെ തന്നെ നമ്മൾ തീ ഓഫാക്കുകയും വേണം കേട്ടോ. കാരണം പച്ചക്കടുകിൻ്റെ ആ ഒരു സ്വാദ് വല്ലാതെ മാറിപ്പോവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തീ ഓഫാക്കാം. പിന്നെ നമുക്ക് വറുത്തിടുകയാണ് വേണ്ടത്. വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ സാധാരണ പോലെ തന്നെ കടുകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി വറുത്തിട്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നല്ല മധുരക്കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പച്ചടി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ തൈര് ചേർത്തിട്ടല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇലയുടെ സൈഡിലൊക്കെ വിളമ്പി കൂട്ടാൻ പറ്റുന്ന, തൊട്ട് കൂട്ടാൻ പറ്റുന്ന, മധുരപ്രേമികളാണെന്നുണ്ടെങ്കിൽ ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു വിഭവം, അതായത് സൈഡാക്കാതെ നമുക്കൊരു മെയിൻ ഡിഷായിട്ട് തന്നെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതും. എല്ലാവരും ഇത്തവണത്തെ വിഷുവിൽ ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.